വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരിവൺ. അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് ഗുഡ് മോർണിംഗ് പറയാം, കാരണം അവരെല്ലാം രാവിലെയാണ് കാണുന്നത്, നമ്മളിവിടെ വൈകിട്ടാണ് കാണുന്നത് അല്ലെ. നിങ്ങൾ കുറേ ആൾക്കാർ യൂട്യൂബിൽ നിന്നാണ് ഇപ്പോൾ ചാടി വന്നിരിക്കുന്നതെന്ന് അറിയാം. അപ്പോ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെ വേണ്ടേ അല്ലേ? എല്ലാവർക്കും താല്പര്യമുള്ള വിഷയങ്ങളല്ലേ ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം? യെസ്, കമോൺ, ടൈപ്പ് 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 ടൈപ്പ്. ആഗ്രഹമുള്ള വിഷയം എന്താണ്? സൗഭാഗ്യങ്ങൾ വേണമോ, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വേണമോ, വെൽത്ത് വേണമോ, മണി വേണമോ? സൗഭാഗ്യങ്ങളിലെല്ലാം പെടും കേട്ടോ. വെൽത്ത് പെടും, ബന്ധങ്ങൾ പെടും, ഒക്കെ പെടും സൗഭാഗ്യങ്ങൾ. നമ്മൾ പറഞ്ഞ അഡ്മിൻ നമുക്ക് തന്ന സബ്ജക്റ്റ് എന്ന് സൗഭാഗ്യങ്ങൾ വന്നു നിറയും 21 ദിവസം നമ്മൾ അതിനായി പ്രയത്നം നടത്തണം എന്നുള്ളതാണ് അല്ലെ. എവരിബഡി അഗ്രി ഫോർ ദാറ്റ്. പോരാ, സ്പീഡ് പോരാ. നിങ്ങൾ ഇത്രയും ആളുണ്ടാവും, അത് വരുന്ന ചാറ്റൊക്കെ വരുന്ന ടിക് 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 എന്ന് കണ്ട് വരണം. അത് ഒരു ചടുലത വരണ്ടേ? ചടുലത വേണമല്ലോ അല്ലേ? യെസ്, ചടുലത. അതാണ്. പോരട്ടെ പോരട്ടെ പോരട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് കുറച്ച് നേരത്തെ ഒരു സഹോദരി ഒരു വോയിസ് മെസ്സേജ് അയച്ചു എനിക്ക്. അഡ്മിൻ അയച്ച മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷം തോന്നി. അതുപോലെ ഇന്നലെ രാത്രി നമ്മുടെ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അതും പറയാം ആദ്യം അല്ലെ. അയാൾ വിളിച്ച് എന്നോട് പറഞ്ഞ ഇത്രയാണ്, സാറേ, അതെന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നറിയില്ല, ഞാൻ എൻ്റെ കയ്യിലൊരു നമ്പർ ഡയറക്റ്റ് വിളിച്ചതാണ്. പുള്ളി പറഞ്ഞു എനിക്ക് ഇന്ന ആളോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ, എങ്ങനെയാണ് സാറിനെ കണക്ട് ചെയ്തതെന്ന് അറിയില്ല, ഇന്നൊരു മിറാക്കിൾ എനിക്കുണ്ടായി, അത് നേരിട്ട് സാറിനോട് പറയാൻ പറ്റിയതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണപ്പോ മിറാക്കിൾ? പുള്ളി പറഞ്ഞു, ഇന്നലെ 2-3 ദിവസം മുമ്പത്തെ നിങ്ങളുടെ വീഡിയോ ഞാൻ യാദർച്ഛികമായി കാണുകയുണ്ടായി. അതിലൊരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കാശ് കയ്യിൽ വരുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ആദ്യം നിങ്ങൾ പറഞ്ഞു 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വരുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ഒരു മെഡിറ്റേഷൻ ആണ്, നമ്മുടെ ക്ലാസിന്റെ ഇടയിൽ നടത്തി വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ്. പുള്ളി അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തി. ആദ്യം ആ വീഡിയോ കേൾക്കുമ്പോൾ പുള്ളി ഹെഡ്ഫോണൊക്കെ വെച്ച് കേട്ടൊരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായി കേട്ടു എന്നാ പറഞ്ഞത്. ഒരു വട്ടം കേട്ടപ്പോൾ പുള്ളിക്ക് എന്താണ് പറയുന്നത് ഏകദേശം ഒരു രൂപം കിട്ടി. സെക്കൻഡ് ടൈം അതേ സാധനം കേട്ടിട്ട് പുള്ളി വിചാരിച്ചു, ദൈവമേ, എനിക്കൊരു 5000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ചേരുമായിരുന്നു. കാരണം അത്രയും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളി ഇത്രയും വിചാരിച്ചുള്ളൂ, ഒരു 5000 രൂപ കിട്ടിയാൽ ഞാൻ ഒരു പുള്ളിയുടെ സാറിന്റെ ക്ലാസ്സിൽ ചേർന്നതിനെ കൂടുതൽ പഠിക്കാമായിരുന്നു. അങ്ങനെ ആ വീഡിയോ വിഷ്വലൈസേഷന്റെ പാട്ടിൽ അന്നേരം തന്നെ പുള്ളി ആ 5000 രൂപ മാത്രമേ കണ്ടുള്ളൂ. നമ്മൾ പറഞ്ഞ ലക്ഷങ്ങളോ അല്ലെങ്കിൽ 10,000ങ്ങളോ ഒന്നും കണ്ടില്ല. പുള്ളി 5000 സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചു, ഒന്നും ചെയ്തില്ല. പുള്ളി ആ ഫുൾ മെഡിറ്റേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി മൊബൈലേക്ക് വെച്ച് പുള്ളിയുടെ വഴിക്കങ്ങ് പോയി. കൃത്യമായി പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോയി, ഞാൻ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 10 മണിക്കാണ് ഈ വീഡിയോ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെ മറ്റു പണികൾക്കൊക്കെ പോയി വൈകിട്ട് 3:30 മണിക്ക് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് എൻ്റെ മെസ്സേജ് എടുത്തു നോക്കിയപ്പോൾ ഞാൻ രാവിലെ 8:30 മണിക്ക് കടയിൽ പോയപ്പോൾ, എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ട്. കടയിൽ പോകുമ്പോൾ രാവിലെ എടുത്ത ലോട്ടറിക്ക് ഒരു സമ്മാനം അടിച്ചിരിക്കുന്നു 5000 രൂപ. വെറും 5000 രൂപ കൃത്യമായി അടിക്കുകയും ചെയ്തു. പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ അയക്കുകയും ചെയ്തു, 5000 രൂപ. പുള്ളി പറയാണ്, ഇത് എന്താ സാറേ, ഞാൻ 5000 ആഗ്രഹിച്ചുള്ളൂ, 5000 കൃത്യമായി എനിക്ക് അടിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കാത്തതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല, അത്രയും ആഗ്രഹിച്ചു അതുകൊണ്ട്. പക്ഷെ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി സാറിന്റെ 1999 കോഴ്സിലേക്കുള്ള പേയ്മെന്റ് അടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റൊന്നിനെ പറ്റി ഓർക്കല്. എനിക്ക് ക്ലാസ്സിൽ ചേർന്നു. എനിക്ക് ആ സാർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങളെ ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ എനിക്കത് ഭയങ്കര രസമായി തോന്നി. കാരണം വെച്ചാൽ യൂണിവേഴ്സിന്റെ ചില കളികൾ ഇങ്ങനെയാണ്.
കാരണം ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ എൻഡ് ചെയ്യുന്ന പോലെയും എനിക്ക് വളരെ പ്രത്യേകത തോന്നിയത്, സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ എന്നോട് സംസാരിച്ച് 3.5 മിനിറ്റ് നേരമേ പുള്ളി സംസാരിച്ചിട്ടുള്ളൂ. ആ 3.5 മിനിറ്റ് നേരവും ഒരു വാക്ക് പോലും ആ മനുഷ്യൻ നെഗറ്റീവായ പദങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അത്രയും ക്ലാരിറ്റിയോട് പറയുകയും ചെയ്തു. യൂണിവേഴ്സ് പുള്ളിക്ക് 5000 കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വരുന്നു, നിങ്ങൾ ആഗ്രഹം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായ ആഗ്രഹം കൂടുതൽ നടക്കുമായിരിക്കാം. ഇത്ര മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. മേക്ക് യുവർ ക്ലിയർ ഇന്റൻഷൻ, ദാറ്റ് വിൽ ഹാപ്പൻ ടു യു. എന്താണ്? വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കുക, ഒരു ആഗ്രഹം ഉണ്ടാക്കുക, ഇന്റൻഷൻ ഉണ്ടാക്കുക. അത് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് വേറെ ഒന്നുമില്ല. നമുക്ക് ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തായിരിക്കും? സോ എവരിബഡി സേ താങ്ക്സ് ടു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. കാരണം ആർക്ക് ലഭിച്ചാലും അതൊരു സൗഭാഗ്യം തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ലഭിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് സൗഭാഗ്യമെടുക്കാം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയൂ. എഴുതൂ, ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ താഴെ മുകളിൽ നിന്നുള്ള ഒരാൾ കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ ടൈപ്പിംഗ് പറ്റിയെന്ന് വരില്ല മൊബൈലിൽ. യെസ്, കമോൺ കമോൺ. ബിക്കോസ് ഇങ്ങനെയാണ് നമ്മൾ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ അപ്പ് ആവുക തന്നെ വേണം. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് വെച്ച് ഒരു സ്ഥലത്ത് നിന്നാൽ അത് നിങ്ങളെ ബാധിക്കുകയില്ല. ഏതാണ്? ഒന്നും നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് ബാധിക്കുകയില്ല. എന്തെങ്കിലും നല്ലത് വരണമെങ്കിൽ നമ്മൾ നല്ലത് നൽകിക്കൊണ്ടേയിരിക്കണം. മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ടോക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, എങ്ങനെയാണ് 21 ദിവസത്തെ പ്രയത്നം കൊണ്ട് നമുക്ക് സൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വേണം എന്ന ആഗ്രഹമുണ്ടല്ലോ? യെസ്, എവരിബഡി അഗ്രി? യെസ്, എല്ലാവർക്കും വേണം സൗഭാഗ്യങ്ങൾ. സൗഭാഗ്യങ്ങൾ വേണ്ടവരെല്ലാം പറയും, എനിക്ക് സൗഭാഗ്യങ്ങൾ വേണമെന്ന്. വേണം 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 അല്ലേ? എല്ലാവർക്കും വേണം. എന്നാൽ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ സൗഭാഗ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? പെന്നും പേപ്പറും എൻ്റെ കയ്യിലുണ്ട്. ബ്ലാങ്ക് ആയ പെന്നും പേപ്പറും ഉണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടോ? ബ്ലാങ്ക് പേപ്പറും പെന്നും ഇരിപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? സൗഭാഗ്യങ്ങൾ വേണം സാറേ. അബൻഡൻസ് ഐ വാണ്ട്. വാട്ട് യു മീൻ ബൈ അബൻഡൻസ്? എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കടം മേടിച്ച് മറ്റവന് കൊടുക്കലാണോ സൗഭാഗ്യം? ഇവിടുന്ന് മേടിച്ചപ്പുറത്ത് കൊടുക്കുന്നതാണ് സൗഭാഗ്യം? എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഹെൽത്ത്, ഹാപ്പിനെസ്, വെൽത്ത് എന്ന് പറയുന്ന സൗഭാഗ്യമല്ല, അതൊരു കോൺസെപ്റ്റ് ആണ്. വാട്ട് യു വാണ്ട് ഫ്രം ദാറ്റ്? ഇൻ ഹാപ്പിനെസ് വാട്ട് യു വാണ്ട്? വെൽത്തിൽ നിങ്ങൾക്ക് എന്താണ് ബലപ്പെടേണ്ടത്? ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ലൈഫാണ്. ലൈഫിന്റെ ആകത്തുകയാണ്. ലൈഫിൽ ഹാപ്പി ലൈഫ് ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെ ലഭിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആവാൻ പറ്റും? മണി കിട്ടിയാൽ മാത്രം ഹാപ്പിനെസ് ആവാൻ പറ്റുമോ? നോ മൈ ഡിയേഴ്സ്, നോ. കൃത്യമായി നിങ്ങൾക്ക് വേണ്ട ഒരു സ്പെസിഫിക്കേഷൻ വേണം. ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിനോട് ഗുഡ് ജോബ് വേണമെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് നിങ്ങളുടെ ഗുഡ് ജോബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക? എന്താണ് ഗുഡ് ജോബ് നിങ്ങളെ സംബന്ധിച്ച്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്യാപ്ഷൻ ഉണ്ടാവും. ആ ഗുഡ് ജോബ് എന്താണ് എന്നൊരു ക്യാപ്ഷൻ വേണം. ഗുഡ് ജോബ് നിങ്ങൾക്ക് ഒരു IPS ഓഫീസർ ആവുക ഗുഡ് ജോബ് അല്ലേ? ഒരു ബിസിനസ്സുകാരനാവാൻ ഗുഡ് ജോബ് അല്ലേ? നിങ്ങൾക്കൊരു IAS ഓഫീസർ ആവുക ഗുഡ് ജോബ് അല്ലേ? സെക്രട്ടറി ആവുക ഗുഡ് ജോബ് അല്ലേ? ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടിയ ഗുഡ് ജോബ് അല്ലേ? ചിലവർക്ക് ഇതൊന്നുമില്ല. നാട്ടിൽ ഒരു പൊതുപ്രവർത്തനം ചെയ്യുന്നത് ഗുഡ് ജോബ് അല്ലേ? അതുപോലെ തന്നെ ചിലർക്ക് സാധാരണയായിരിക്കും നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയാൽ മതി, ഒരു പോലീസ് ഓഫീസർ ആയാൽ മതി. ഇങ്ങനെ പല പല ഗുഡ് ജോബുകൾ ഉണ്ടല്ലേ? എല്ലാ ജോബുകളും ഗുഡാണ്, until unless you don't think that it is not a good for you. അല്ലെങ്കിൽ എല്ലാം ഗുഡ് ജോബാണ്. അപ്പോൾ ഗുഡ് ജോബ് എന്താണ്? ഇറ്റ് ഷുഡ് ബി എ മോർ ക്ലാരിറ്റി ആൻഡ് സ്പെസിഫിക്. അത് എഴുതുക, നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്?
എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. അത്രയും കാര്യങ്ങൾ ക്ലിയറിഫൈ ചെയ്ത് പേപ്പറിൽ എഴുതി വെക്കുക. വാട്ട് യു വാണ്ട് ഫ്രം ദിസ്, ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്ത് കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്? ഇപ്പൊ എനിക്ക്, എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി പറയാം, എനിക്ക് ചിലപ്പോൾ ചിലവർക്ക് നല്ല ഫുഡ് കിട്ടുന്ന സന്തോഷമാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറേ പൈസ കയ്യിൽ വരുന്ന സന്തോഷമാണ്. പക്ഷെ ഇത് രണ്ടും എന്റെ സന്തോഷമല്ല കേട്ടോ. എനിക്ക് നല്ല ഫുഡ് കിട്ടുന്ന അത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതിനെപ്പറ്റി അത്ര വലിയ ബോധർ ചെയ്യാറില്ല. ഒരുപാട് പൈസ എന്റെ പോക്കറ്റിലുള്ള എനിക്ക് സന്തോഷമില്ല. എനിക്ക് സന്തോഷം നൽകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യണം. വേണം എനിക്ക് സന്തോഷം എന്താണോ അതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ആൾക്കും വ്യത്യസ്തരായി. അയ്യോ, അതൊക്കെ ഒരു ഇന്റൻഷൻ അല്ല. കടം കൊടുത്ത് തിരികെ കിട്ടുക ഇറ്റ്സ് നോട്ട് എ ഇന്റൻഷൻ അറ്റ് ആൾ. അതൊരു ഗോളേ അല്ല, അതൊരു ലക്ഷ്യമേ അല്ല, അതൊരു ഹാപ്പനിങ് ആണ്. കൊടുത്താൽ കിട്ടും എന്നുള്ളത്. അപ്പൊ ഇത്രയും ഈ ഒരു വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് എന്ത് വേണമെന്ന് നിർവചിക്കാൻ പറ്റാത്തത്? ഒരു മെഷറബിൾ ആയിട്ടുള്ള, സ്പെസിഫൈ ആയിട്ടുള്ള ഒരു കാര്യത്തെ നിർവചിക്കാൻ പറ്റാത്തിടത്തോളം കാലം എങ്ങനെയാണ് നിങ്ങൾക്കത് ലഭിക്കുക? ഡു യു തിങ്ക് ഇറ്റ്സ് എ റിലവന്റ് ക്വസ്റ്റ്യൻ? നല്ലൊരു ബിസിനസ്, സമൃദ്ധി, അല്ലെങ്കിൽ ഇതെല്ലാം ടോട്ടൽ ഓഫ് ദ ഔട്ട്കം ആണ്. നിങ്ങൾക്ക് അതെല്ലാം ആവേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി അറിയാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബിജിമോൾ ഈസ് സെഡ് ദാറ്റ് ചീഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അപ്പോൾ അബൻഡൻസ് ഓഫ് മണി വേണം. അതൊന്നു മാത്രം പോരാ. അബൻഡൻസ് ഓഫ് മണി ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പൊ ഒരു ജോലിയെ പറ്റി ആലോചിക്കുന്നത്, ഗുഡ് ജോബ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. യു ഡിസൈൻ വാട്ട് യുവർ ഗുഡ് ജോബ്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആവുകയാണോ നിങ്ങളെ സംബന്ധിച്ച് ഗുഡ് ജോബ്? അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആവുകയാണോ? ഒരു IAS ഓഫീസർ ആവുകയാണോ? IPS ഓഫീസർ ആവുകയാണോ എന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ പോകണം. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എങ്ങനെയാണ്, ഞാനൊരു ചെറിയ ക്വിക്കായിട്ട് പറയാം. 21 ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് സാധ്യമാകും എന്നതിനെ പറ്റി ഒരു ആവറേജ് ഔട്ട്കം ഞാൻ തരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ നമ്മളിലുള്ള ലിമിറ്റേഷൻ എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും പലരും കാണിച്ചു തന്നിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, അങ്ങനെയല്ല ഇത് പറയേണ്ടത് എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും വ്യക്തമായി ഒന്നാമതായി വേണ്ട ഘടകം എന്ന് പറയുന്നത് നല്ല ആശയവിനിമയത്തിന്റെ കഴിവാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. വ്യക്തമായ ഒരു ആശയവിനിമയം നിങ്ങളോട് തന്നെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ ഗുഡ് ജോബ് അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ പറയുന്നത് ഒരു ക്ലാരിറ്റി ഉള്ള ആശയവിനിമയമല്ല. അവിടെ ക്ലിയർ അല്ല, സ്പെസിഫിക് അല്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സാർ എന്ത് ക്ലാസ് എടുക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ അത് പറയും, ഞാൻ ഇത് പറയും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എന്തൊക്കെയോ ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ ഞാനൊരു കോൺസെപ്റ്റ് പറയാണ്, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എങ്ങനെ സാധ്യമാകും? കാരണം ഇതൊരു ഒരു വലിയ സ്ട്രക്ചറാണ്. ബട്ട് വാട്ട് യു വാണ്ട് ഫ്രം ദാറ്റ് എന്നുള്ള ആശയവിനിമയം, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആർക്ക് കൊടുക്കണം? കമ്മ്യൂണിക്കേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ പറയൂ. നമ്മൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആർക്കാണ് കൊടുക്കേണ്ടത്? വെരി ഗുഡ് മൈസെൽഫ്. ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന കാര്യം ആദ്യം കേൾക്കുന്നത് ആരാണ്? ഞാനാണ്. എനിക്കേ മനസ്സിലായില്ല ഞാൻ എന്ത് പറഞ്ഞു എന്ന്. പിന്നെ എങ്ങനെ മറ്റുള്ളവന് മനസ്സിലാവും? മറ്റെങ്ങനെ ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിന് എന്ത് മനസ്സിലാവും? അപ്പോൾ ആദ്യം നമ്മൾക്ക് നമ്മുടേതായ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കണം. അതിൽ നിഷ്കളങ്കമായിരിക്കണം. കണ്ടീഷൻ വെക്കരുത്. കണ്ടീഷൻ വെച്ചിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമല്ലേ, എന്താ പറയാ, പള്ളിയിൽ പോയി മെഴുകുതിരി വെച്ച് മാതാവിനോട് പറയാണ്, മാതാവേ ഇന്നത്തെ പരീക്ഷയിൽ എന്നെ പാസ്സാക്കിയില്ലേ, ഞാൻ മെഴുകുതിരിയേ കത്തിക്കില്ല. അല്ലേ? ഇതൊക്കെ ഒരുപാട് ചെയ്ത ആൾക്കാരാണ് നമ്മളൊക്കെ, അല്ലേ?
കണ്ടീഷൻസ് ആണ്. ദൈവത്തിനോട് പോലും കണ്ടീഷൻസ്, ജനങ്ങളോട് കണ്ടീഷൻസ്, അവനവനോട് തന്നെ കണ്ടീഷൻ. എനിക്കിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം ഇല്ല. അപ്പോൾ വ്യക്തമായ ആശയവിനിമയവും നിഷ്കളങ്കമായ മനോഭാവവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ 21 ദിവസം കൊണ്ട് ചെയ്യുന്ന കോഴ്സിന്റെ പേരെന്താണെന്ന് പറയൂ. 21 ദിവസത്തെ കോഴ്സിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ കോഴ്സിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. അപ്പൊ ഞാൻ പറയേണ്ടി വരില്ല ഈ കാര്യം എവിടെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരില്ല. പറയേണ്ടി വരുമോ? ഇല്ല. 21 ദിവസം ഒരു കോഴ്സ് നിങ്ങളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്യാത്തവര് അവിടെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആശയവിനിമയത്തിൽ വളരെ പ്രധാനമുണ്ട്. ഒരാൾ ടൈപ്പ് ചെയ്തത് LOW ഓഫ് അട്രാക്ഷൻ എന്ന്. അപ്പോൾ വീണ്ടും ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീത ഫലം സംഭവിക്കും. LOW എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. LAW എന്ന് പറഞ്ഞാൽ നിയമമാണ്. അപ്പോൾ താഴോട്ടുള്ളതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നിയമമാണ് വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തമായ ആശയവിനിമയം വേണമെന്ന്. കാരണം ഇത് വ്യക്തമായി മനസ്സിലാവാത്തത് കൊണ്ടാണ് പലരും, ഈ ലോ ആർക്കും അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, അതിന്റെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അറിയാത്തത് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആശയവിനിമയത്തിന്റെ വിഷയം വരുന്നു. ഇപ്പൊ ഞാൻ ആശയവിനിമയത്തിൽ പ്രാധാന്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ട്? ഇല്ല, അല്ല, പോയില്ല, വന്നില്ല, തിന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആശയവിനിമയത്തിലെ അർത്ഥം മാറ്റുന്നു, നമ്മുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്നു അറിയുക. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കണം ഞാൻ എന്താണ് പറയുന്നത്, എവിടെയാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഇത് ഞാൻ ആദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കുകളെ മാറ്റുവിൻ, നിങ്ങൾ എന്ത് മാറും? വാക്കുകളെ മാറ്റിയാൽ നിങ്ങൾ എന്താണ് മാറുന്നത്? ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ടൂളാണ് നിങ്ങളുടെ വാക്കുകളെ മാറ്റുക. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒന്ന് മാറും. എന്തോ ഒന്ന് മാറും. എന്താണ് മാറുക? ജീവിതം തന്നെ മാറും. വാക്കുകളെ മാറ്റിയാൽ ജീവിതം മാറും. സത്യമായിട്ട് മാറും കേട്ടോ, സത്യസന്ധമായിട്ട് മാറും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. വ്യക്തമായ സ്പഷ്ടമായ ആശയവിനിമയം നമ്മോട് തന്നെ നടത്തുക എന്നുള്ളത് വളരെ ക്ലാരിറ്റിയാണ്. എവരിബഡി ഗോട്ട് ദാറ്റ് പോയിന്റ്? യെസ് യെസ് പറഞ്ഞോളൂ, യെസ് പറഞ്ഞോളൂ. കിട്ടിയാൽ യെസ് പറഞ്ഞോളൂ. ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. യെസ് യെസ് യെസ്, കം ഓൺ. യെസ്. ഇനി നമുക്ക് അത് മാത്രം മതിയോ? ആശയവിനിമയം കൃത്യമാക്കുക, നിഷ്കളങ്കമായി ആഗ്രഹിക്കുക. ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ദ കോൺഫിഡൻസ്. നമുക്ക് നമ്മോട് തന്നെയുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നമ്മൾ തന്നെ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമാവില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ കോൺഫിഡന്റ് ആയി നിൽക്കുക, എങ്ങനെയാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരനായി മാറുക, അല്ലെങ്കിൽ കാര്യമായി മാറുക, എങ്ങനെയാണ് ദിവസത്തെ പ്രാക്ടീസിലൂടെ നമുക്കത് സാധ്യമാക്കുക. ശുഭാപ്തി വിശ്വാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമുക്ക് ആത്മവിശ്വാസത്തോടെ മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ, മാലിന്യങ്ങളെ മാറ്റാനാണ് സാറേ ആഗ്രഹമെങ്കിൽ ജേണി ടു ഹാപ്പിനെസ്സിലേക്ക് വന്നോളൂ. നമുക്കതിന് തുടച്ച് നീക്കിക്കളയാം. ആ കോഴ്സിലാണ് മാലിന്യങ്ങളെ മാറ്റുന്നത് എന്ന്. അപ്പോൾ ആത്മവിശ്വാസം വളർത്തുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ നിർണയിക്കുക, ആ ലക്ഷ്യങ്ങൾക്ക് മാർഗ തടസ്സമായി നിൽക്കുന്ന ആ മാലിന്യങ്ങളെ മാറ്റിയെടുക്കുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് കടന്നു വരിക. പക്ഷേ ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഒന്നാമത്തെ പോയിന്റിലും രണ്ടാമത്തെ പോയിന്റിലും മൂന്നാമത്തെ പോയിന്റിലും ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞു പോകും. നിങ്ങൾ ആരും വിചാരിക്കരുത് വെറുതെ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലഭിക്കുമെന്ന്. അങ്ങനെ ഒരു മാജിക്കും ഞാനൊരു ക്യാപ്സൂൾ പോലെ ആക്കി തരാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഏതോ ഒരു സാധനം എല്ലാ ദിവസവും ചെയ്യണം. അതിനൊരു പേര് പറയും, അതൊന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ്സ് കോൾഡ് ആസ് പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല. ശക്തമായ വ്യക്തമായ ആശയവിനിമയം,
നിഷ്കളങ്ക മനോഭാവം, പിന്നെന്താണ് അടുത്ത പറഞ്ഞത്? നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. 3 ഇനി അടുത്തത് എന്താണ്? ഒരു വലിയ ഇപ്പോൾ ചോദിച്ച് എങ്ങനെ സാറേ മാലിന്യങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞു. ശീലങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? എന്ത് ശീലങ്ങളെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്? ദുശീലങ്ങളെ മാറ്റി സുശീലങ്ങളായി എങ്ങനെ മാറ്റാൻ പറ്റും? നല്ല ശീലങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇത് ജേണി ടു ഹാപ്പിനെസ്സിലാണ് ശീലങ്ങളെ പറ്റിയും ശീലങ്ങൾ മാറ്റാനുള്ള പ്രോസസ്സുകൾ നടക്കുന്നത്. കൃത്യമായി പഠിപ്പിക്കുന്നു. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസേനയുള്ള 5 മണിക്കുള്ള ഇന്ത്യൻ സമയം 5:30 മണിക്കുള്ള മെഡിറ്റേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അഫർമേഷൻസ്, ഇതൊക്കെ ശീലങ്ങളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉയർത്തിയെടുക്കും. ഒരു ദിവസം 5 മണിക്ക് എഴുന്നേൽക്കുക, പിന്നെ ദിവസം 3 മണിക്ക് എഴുന്നേൽക്കുക, പിന്നെ ദിവസം 7 മണിക്ക് എഴുന്നേൽക്കുക, പിന്നെ ഒരു ദിവസം എഴുന്നേൽക്കാതെ എപ്പോഴോ എഴുന്നേറ്റ് സാറിനോട് വിളിച്ചു പറഞ്ഞു, സാറേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് നോട്ട് പോസിബിൾ. ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് അവനവന് വേണ്ടുന്ന രീതിയിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ദുശീലങ്ങളാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ശീലം ഇത് ദുശീലമാണോ സുശീലമാണോ എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? അവനവന് തന്നെയാണ് അധികാരം. സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ഒരു ദുശീലമായി തോന്നാത്തവനൊന്നും ചെയ്യാനില്ല. പിന്നെ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കൊണ്ട് ദുശീലമായി തോന്നാത്തവനോട് എന്ത് ചെയ്യാനാ? അവനവനത് തോന്നിയാൽ മാത്രമേ മാറ്റം സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറ്റിക്കും, നിങ്ങൾ അതിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ നേരിട്ട് ചിലപ്പോൾ അവരോട് മാറ്റൂ എന്ന് പറയില്ല. അതൊക്കെ മറ്റൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി അതിലകത്തൂടെ കടത്തിവിട്ട് പതുക്കെ പതുക്കെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവൻ അതിനൊക്കെ മാറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ദുശീലങ്ങളെ മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. ഇനി ഞാൻ വീണ്ടും പണ്ട് പറഞ്ഞതാണ് ഈ പോയിന്റിനെ പറ്റി വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ, നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും മറ്റൊരു മുകളിലോട്ടുള്ള സംഭവം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് കൂട്ടണം? എന്തോ ഒരു സാധനം കൂട്ടിയാൽ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. അതിന് പറയുന്ന പേരാണ്, ഈ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, വൈബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അവനവന്റെ ആത്മനിലവാരം കൂട്ടുക. എന്തിനാണ് ആത്മനിലവാരം കൂട്ടുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ശമ്പളം 10,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിലവാരം എന്ന് പറയുന്നത് 10,000 വരെ ഉള്ളൂ. നിങ്ങൾക്ക് 50,000 രൂപ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ വേണമെങ്കിൽ നിങ്ങൾ 50,000 രൂപയുടെ മൂല്യമായി ഉയരണം. അത് ഉയരാത്തരത്തോളം കിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സാധാ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ നിങ്ങളെല്ലാം ശരിയാവും, നിങ്ങൾ അത് ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കോഴ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ട് പറയാം 150 രൂപയിൽ കൂടുതൽ നിങ്ങൾ ആരും തരില്ല. അത് ഞാൻ പ്രകടിപ്പിക്കുന്ന പ്രകടനത്തിന്റെയും എൻ്റെ ഓവറോൾ കാഴ്ചയുടെയും എഫക്റ്റാണ് നിങ്ങൾ നൽകുന്ന പാരിതോഷികം എന്ന് പറയുന്നത്. അല്ലാതെ തരില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ മാത്രമേ എനിക്ക് ആത്മനിലവാരമുള്ളൂ. ആ ആത്മനിലവാരത്തിൽ കൂടുതൽ വാല്യൂ ആരും തരില്ല സുഹൃത്തുക്കളെ, എവിടെയും തരില്ല. നമ്മളൊരു ടൈയും കോട്ടും ഇട്ട് ഒരു ഓഫീസിൽ പോകുന്നതും ഒരു സാധാ മുണ്ടെടുത്ത് ഒരു ഓഫീസിൽ പോകുന്നതും ഡിഫറൻറ്റ് തന്നെയാണ്. എവിടെയെന്നറിയോ? അവന്റെ കാഴ്ചയിലല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറും, നമ്മുടെ കോൺഫിഡന്റ് അങ്ങ് മാറും. ഇത് കൂട്ടാത്തടത്തോളം ദാറ്റ് ഈസ് കോൾഡ് ആസ് വൈബ്രേഷൻ, അല്ലെങ്കിൽ വൈബ് കൂട്ടും. ഈ വൈബ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് മൂല്യം കൂടുകയുള്ളൂ. അല്ലാതെ എങ്ങനെ മൂല്യം കൂടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തക്കാളി, 2 രൂപ വിലയുള്ള തക്കാളി, ആ തക്കാളി എവിടെ കൊണ്ടുവച്ചാലും 2 രൂപ വിലയാന്ന് കരുതിക്കോ. അതേ തക്കാളിയെ നിങ്ങൾ കൊണ്ടുപോയി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒരു വളരെ അട്രാക്റ്റീവായ ഒരു ഡിസ്പ്ലേ സിസ്റ്റത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതേ തക്കാളിക്ക് 2 രൂപയായിരിക്കുമോ 50 രൂപയായിരിക്കുമോ? എയർപോർട്ടിൽ കൊണ്ടുവച്ചാൽ എവിടെയായാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി വെച്ച് കഴിഞ്ഞാൽ 2 രൂപയായിരിക്കും 50 രൂപയായിരിക്കും. അവിടെ സെയിം തക്കാളിയാണ്. എന്തുകൊണ്ട് നമ്മൾ അവിടെ 50 രൂപ കൊടുത്ത സാധനത്തെ വാങ്ങിക്കും? തക്കാളിയുടെ വൈബ്രേഷൻ ഉയർന്നു.
തക്കാളിയുടെ മൂല്യം ഉയർന്നു. അത് അവിടുന്ന് മറ്റിടത്ത് എത്തുമ്പോൾ അതിന്റെ മൂല്യം ഉയർന്നു. നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് മാറി. ഇത് വളരെ ശ്രദ്ധിക്കണം. ആത്മനിലവാരം ഉയർത്താത്തിടത്തോളം കാലം നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരു മാറ്റവും നമ്മുടെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ദിനദിന ദിനേനയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കും. ഇത് വളരെ കൃത്യമായി ലോ ഓഫ് അട്രാക്ഷനിലും കൃത്യമായി പഠിപ്പിച്ചു പോകുന്നു, എങ്ങനെ നമ്മൾ വൈബ്രേഷൻ ഉയർത്തും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത്ര കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള സാധനമാണ്. ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ? ടു ഡു ദിസ്, വാട്ട് യു ഹാവ് ടു ഡു ടു ഗെറ്റ് ദിസ്, ഇത് ലഭിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. Promise yourself you are going to change it. Are you ready? ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുക, ഞാൻ റെഡിയാണ് എന്നെ മാറ്റാൻ. ഒരു കാര്യത്തും എന്നെ മാറ്റാൻ ഞാൻ തീരുമാനിച്ച കാര്യത്തിൽ മാറില്ല. എനിക്ക് എൻ്റെ നിലവാരം കൂട്ടിയേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ മുമ്പിൽ. ഇങ്ങനെ പരാതിയും പരിഭവവും നഷ്ടങ്ങളും ദുരിതങ്ങളും ആയി ജീവിക്കാനുള്ളതല്ല ഞാൻ. എനിക്കതിനുള്ള സാഹചര്യമില്ല. അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ എനിക്കതിന് മനസ്സില്ല കേട്ടോ. ഇങ്ങനെ ജീവിക്കാൻ ഇത്രയും ജീവിച്ചു, ഇനി മതി, ഞാൻ മാറുകയാണ്, മാറിയേ തീരുള്ളൂ. എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറും, നല്ലതിലേക്ക് മാറും. എൻ്റെ മൂല്യം ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ഇന്ന് തരാം. ഐ ഹാവ് ഡിസൈഡഡ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓഫർ ഇന്ന് തരാം ഞാൻ. എന്താണ്? കുറേ ആൾക്കാർ പറഞ്ഞു നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പുതിയ സെഷൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട്. അടിപൊളി ടീം ആൾക്കാരാണ്. എല്ലാവർക്കും ഇത് അറിയുന്നവരാണ് വന്നിരിക്കുന്നത്. അറിയാത്തവർ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ, അത്രയും അറിയുന്ന ആൾക്കാരെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്കവിടെ മനസ്സിലായി. അത്രയും അമേസിങ് റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടി, ഏതായാലും ഞായറാഴ്ച ഒരു ദിവസം കൂടിയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ലോ ഓഫ് അട്രാക്ഷനിൽ ചേർന്നുകൊണ്ട്, നേരത്തെ ആൾക്കാർ പറഞ്ഞല്ലേ വലിയ വലിയ കോഴ്സിലേക്ക് ഇപ്പൊ വരുന്നില്ല സാറേ, ആദ്യം വന്ന് നോക്കട്ടെ, കുറച്ച് പഠിച്ചു വരട്ടെ, എന്നിട്ട് വലുതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഓഫർ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഞാൻ. നാളെ സൺഡേ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ആരെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും നാളെ 8/9/2024 രാത്രി 9:30 മണി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ സെയിം ഓഫറിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വേണ്ടവർക്കും തീരുമാനിക്കാത്തവർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുമെന്ന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളെ മാറ്റപ്പെടുത്താനുള്ള സിസ്റ്റംസ് പഠിപ്പിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളത് സ്വീകരിക്കാൻ ചെറിയ ചെവി പിടുത്തമൊക്കെ ഞാൻ പിടിക്കും. നിങ്ങളത് തയ്യാറാണെങ്കിൽ, നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. പണമുണ്ടെങ്കിൽ പണമുണ്ടോ, ഇതും വലിയൊരു എമൗണ്ട് അല്ല. നിങ്ങൾക്ക് വെറുതെ പണമില്ലാതെ നമുക്ക് നേടാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. അത് പണമില്ലാതെ പണം നേടാൻ ആർക്കും സാധിക്കുമോ? ഇല്ല. ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. പതുക്കെ മതി കേട്ടോ. ഞാൻ ഈ കോഴ്സിന്റെ എക്സ്റ്റൻഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ 2 അസൈൻമെന്റ്സ് ഉണ്ട്. ആ 2-3 അസൈൻമെന്റ്സ് ആണെന്ന് തോന്നുന്നു ഇത്തവണ. 2-3 അസൈൻമെന്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു എങ്കിൽ, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലെ മാനിഫെസ്റ്റേഷൻ പവറിലൂടെ നിങ്ങൾ എന്തെങ്കിലും നേടിയെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് നൽകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ടാവും. അത് നിങ്ങൾക്ക് അവിടെയും പോയി കാണിക്കാം. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതാണ്. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫിഷ്യൻ ട്രെയിനിങ് വേണമെങ്കിൽ ആ പണം വരുത്താനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ട് പണം വരുത്തിയിട്ട് കോഴ്സിൽ ചേർന്നാൽ പിന്നെ എളുപ്പമല്ലേ സാറേ? പണം വരുത്താൻ 100 കണക്കിന് ടെക്നിക്ക് ഉണ്ട് സാറേ. ഒന്നുമല്ല, ഞാൻ തമാശ പറഞ്ഞാണ്. പണം വരുത്താൻ 100 കണക്കിന് ടെക്നിക്ക് ഉണ്ട്. ആ വാക്ക് തന്നെ വളരെ കൃത്യമാണ്. പണം ലഭിക്കാൻ, അല്ലെങ്കിൽ
എനിക്ക് പണം ഉണ്ടാക്കാൻ എന്ന് പറയുന്നതിനും പണം വരുത്താൻ എന്ന് പറയുന്നതും തമ്മിൽ രണ്ടാണ്. പണം വരുത്താൻ ടെക്നിക്കുകൾ ഉണ്ട്, പണം കിട്ടാനുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാത്തത്. വരുത്താനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയാവോ? കിട്ടാനും വരുത്താനും തമ്മിൽ അറിയോ? ആ വാക്ക് തമ്മിൽ വ്യത്യാസം? സാർ ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമാണ്. പണം വരുത്താനുള്ള, വരികയാണ് ചെയ്യേണ്ടത്, പണം നമ്മിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. കിട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. വാക്കുകൾക്കെല്ലാം കുറെ അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. സിമ്പിളാണ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ ഒരുപാട് ടെക്നിക്കുകളിലൂടെ നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ടെക്നിക്ക് മാത്രം ഞാൻ സിമ്പിളായിട്ട് പറയാം. അതിന്റെ പേരാണ് മാജിക് ചെക്ക് എന്ന് പറയുന്നത്. മാജിക് ചെക്ക് എക്സലന്റ് ആയിട്ട് 100% ആയിട്ട് വിജയിക്കുന്ന കാര്യമാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അധികമായി അത് വിജയിച്ച് കണ്ടിട്ടുള്ളത് ബിസിനസ്സുകാരുടെ ഇടയിലാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാണ്. ഫിക്സഡ് സാലറിക്കാർക്ക് അങ്ങനെ അത് പ്രായോഗികമല്ല. പക്ഷെ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് മാജിക് ചെക്ക് എന്ന് പറയുന്ന വണ്ടർഫുൾ ആയിട്ടൊരു ടൂൾ ഉണ്ട്. അതിൽ 100% റിസൾട്ട് ഉണ്ട്. ഞാൻ എഴുതി വെച്ച് ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്ന ആളാണ്. ആ 4 വർഷം മുമ്പ് മാജിക് ചെക്ക് എഴുതി വെച്ച് ഞാൻ സ്ഥിരമായി എഴുതി വെക്കായിരുന്നു. ഇപ്പൊ എഴുതി വെക്കലില്ല, സ്ഥിരമായി എഴുതി വെക്കായിരുന്നു. സ്ഥിരമായിട്ട് ഒരാഴ്ചക്കകത്തൊക്കെ ഞാൻ എഴുതി വെച്ചപ്പോൾ എമൗണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ എഴുതി വെച്ച് ഇന്നാ തീയതി എനിക്ക് ഇത്ര പൈസ എൻ്റെ ബാങ്കിൽ ഉണ്ടെന്ന് എഴുതി വെച്ച മാജിക് ചെക്ക് ഒപ്പിട്ട് വെച്ച് യൂണിവേഴ്സ് ഒപ്പിട്ട് തരുന്ന ചെക്കാണ്. വണ്ടർഫുൾ ടൂളാണ്. അതുപോലെ തന്നെ 111 ടെക്നിക്ക്, 555 ടെക്നിക്ക്, ഏറ്റവും എഫക്റ്റീവ് മണിയുടെ കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ് 888. ദ ഏഞ്ചൽ നമ്പർ ഓഫ് 888. അതിന് ടെക്നിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അബൻഡൻസ് ഓഫ് മണിയാണ് അവർക്ക് കിട്ടുക. അബൻഡൻസ് ഓഫ് മണി, അബൻഡൻസ് ഓഫ് മണിയാണ് അറിയുന്നത്. കിട്ടാൻ താല്പര്യമുള്ള കാശുള്ളവർ, ഇല്ലാത്തവർ കാശുണ്ടാക്കാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുക എന്നുള്ളത്. മനസ്സുള്ളവൻ മാത്രമേ, സ്നേഹമുള്ളവന് മാത്രമേ എന്ത് ലഭിക്കുള്ളൂ അല്ലെ? അങ്ങനെ പറഞ്ഞു പോലെ സ്നേഹമുള്ളവൻ എന്താ ലഭിക്കുക? സ്നേഹമുള്ളവന് സ്നേഹം ലഭിക്കുന്നു. ദുഃഖമുള്ളവനോ? ദുഃഖമുള്ളവൻ എന്ത് ലഭിക്കും? കമൻ കമൻ. ദുഃഖമുള്ളവൻ എന്ത് ലഭിക്കും? ദുഃഖം മാത്രം ലഭിക്കും. അപ്പോൾ സമൃദ്ധിയുള്ളവൻ എന്ത് ലഭിക്കും? സമൃദ്ധിയുള്ളവന് അത് തന്നെ ലഭിക്കും അല്ലെ? സമൃദ്ധി തന്നെ ലഭിക്കും. സമൃദ്ധിയുള്ളവന് സമൃദ്ധി ലഭിക്കുമെങ്കിൽ പണമുള്ളവൻ എന്ത് ലഭിക്കും? പണം ലഭിക്കും. മൂല്യം മാത്രമേ കൂടുള്ളൂ. ഒരു പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 100 പണം അതാവും. ഒരു പണമുണ്ടെങ്കിൽ 100 പണം അതായി മാറും. നമ്മളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് എല്ലായിടത്തും തെളിഞ്ഞു വരും. ദുഃഖമുണ്ടെങ്കിൽ അത് നമ്മൾ പരത്തിവിടും. അങ്ങനെ പണമുള്ളവന് പണം പോവില്ല സാറേ. പണമുള്ളവന് പണം പോവില്ല. അതവൻ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് മാത്രമേ പോവുള്ളൂ. ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവന്റെ പണം എവിടെയും പോവില്ല. ദ സ്പിരിച്വൽ മണി നെവർ ഗോ എവേ ഫ്രം യു. അതൊരു തിയറി തന്നെയാണ്. വെൻ യു ഹാവ് എ സ്പിരിച്വൽ മണി, ഇറ്റ്സ് നെവർ, ഇഫ് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ ആൻഡ് ഇഫ് യു ഹാവ് എ സ്പിരിച്വൽ വെൽത്ത്, ഇറ്റ്സ് നെവർ ഡിറ്റാച്ച് ഫ്രം യു. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. സ്പിരിച്വൽ ഉള്ള ഒരാൾക്ക് സ്പിരിച്വൽ ആയി ഉണ്ടാവുന്നത് ഒന്നും ഡിറ്റാച്ച് ആവില്ല എന്ന്. അത് അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മളെ. അത് തഥാസ്തു തഥാസ്തു തഥാസ്തു. സ്പിരിച്വൽ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തോടുകൂടി, നന്മയിലൂടെ ഉണ്ടാക്കുന്ന പണത്തിന്റെ പേരാണ് സ്പിരിച്വൽ മണി. ചതി, വഞ്ചന, വെട്ടിപ്പ്, തട്ടിപ്പ്, അഴിമതി ഇത്യാദി കാര്യങ്ങളിലൂടെ മറ്റവന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് എന്താണോ നമ്മൾ നേടുന്നത് അതൊന്നും നമുക്ക് ഉപയോഗപ്രദമാവില്ല എന്ന് മനസ്സിലാക്കുക. അത് ഒരിക്കലും ദൈവഹിതമല്ല. എന്തുകൊണ്ട് ദൈവഹിതമല്ല എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തന്നെ അത് അംഗീകരിക്കില്ല. ആ വഴിയിൽ ഉണ്ടാക്കിയ ഒരു പണവും ഒരു സമ്പത്തും ഒന്നും നമ്മൾ തന്നെ അംഗീകരിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഗുണകരമായി മാറില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായുള്ള കാര്യങ്ങളാണ്.
കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് ഇതൊക്കെ സ്വാഭാവികമായി കിട്ടും. എൻ്റെ എല്ലാ ദിവസവും ശനിയാഴ്ച ഞായറാഴ്ച സ്പീച്ചിൽ കുറേ കൂടി ഉണ്ടാവും. രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. കോഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ 2 ദിവസം, ഒരു ദിവസം കൂടി എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കളയരുത്. ഇനി അടുത്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഓഫറും ഉണ്ടാവില്ല എന്നും, ഈ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആ സബ്ജക്റ്റ് ഈ സൺഡേ നമുക്ക് നിൽക്കുള്ളൂ. സൺഡത്തെ ലൈവ് സെഷനോട് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിന്ന് മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് പോകും. അപ്പോൾ ഇനി അടുത്തെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ചേരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നാളെ കിട്ടുന്ന സുവർണാവസരത്തെ ഉപയോഗിക്കുക. നാളെ തന്നെ അഡ്മിനെ വിളിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എന്തൊക്കെ പഠിപ്പിക്കുന്ന ഡൗട്ട് ഉള്ളവർക്ക് ചോദിച്ചാൽ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് അയച്ചു തരും. വായിച്ചു നോക്കുക. 5000 ലോ ഓഫ് അട്രാക്ഷൻ 4 എണ്ണം ഉണ്ട്. അതിൽ സാറേ ഇതിൽ കാണിച്ച് ഇതാന്ന് പറഞ്ഞേക്കരുത്. ഞാൻ കൃത്യമായി ലോ ഓഫ് അട്രാക്ഷന്റെ 5000 രൂപ വിലയുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 10,000-ന്റെ ഉണ്ട്, 25,000-ന്റെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വിവിധമായി ഉണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ മതി. പക്ഷെ ഒരു കാര്യം വരുന്നവരോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ആ പൈസ അയക്കാവൂ. അല്ലാതെ നിങ്ങൾ ആ ഒരു കുതിപ്പിന് കയറി പൈസ അയക്കരുത്. എന്നിട്ട് നിങ്ങൾ വരാതിരിക്കരുത്. വരാതിരുന്നാലോ നമ്മുടെ പരാതി തീരില്ല. എനിക്കല്ല പരാതിയല്ലോ കേട്ടോ. നിങ്ങൾ വരാതെ എനിക്ക് പരാതിയില്ല. നിങ്ങളുടെ പരാതി തന്നെ തീരില്ല. നിങ്ങൾക്ക് പരാതി തീർക്കണമെങ്കിൽ നിങ്ങൾ പൈസ അടച്ച് ക്ലാസ്സിൽ വരിക തന്നെ വരണം. ഓക്കെ, എവരിബഡി റെഡി? ഇപ്പൊ വേണ്ടവർക്ക് ഇപ്പൊ പേയ്മെന്റ് ചെയ്യാം. ഏഞ്ചൽ നമ്പർ ഐ വിൽ ടീച്ച് യു ഫ്രം ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. ഓക്കെ, അവിടെ വരും, ഞാൻ അവിടെ പഠിപ്പിച്ചു തരാം. പോരെ? അങ്ങനെ പോരെ? നമ്പറിന്റെ പേരാണ് 888. അങ്ങനെ കുറെ ഏഞ്ചൽ നമ്പർ ഉണ്ട് കേട്ടോ, ഒന്നല്ല കേട്ടോ. ഏഞ്ചൽ നമ്പർ കുറെ ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കൺമുന്നിൽ എപ്പോഴും കാണും. എല്ലാ ദിവസവും നിങ്ങൾ കൺമുന്നിൽ അത് കാണും. അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രത്യേകത. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു. യെസ്, ദാറ്റ്സ് കറക്റ്റ്. 222 is chasing you means 222 നോ 222 ഭയങ്കര പ്രത്യേകതയുണ്ട്. 222 is not a normal number. അത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള സ്പിരിച്വൽ നമ്പർ ആണ്. 222 അതിന്റെ ഏഞ്ചലിനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. there is a pure of ഏഞ്ചൽ, പ്യൂർ ഓഫ് സ്പിരിച്വൽ നമ്പർ ആണ്. 888 എന്ന് പറയുന്നത് എന്താണ്? അബൻഡൻസിന്റെ നമ്പർ ആണ്. 808 അല്ല, 888. അതിന് കൃത്യമായ എനർജി കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്പറുകൾക്കൊക്കെ എനർജി കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. സോറി, അങ്ങനെ എല്ലാ നമ്പറുകളും ഏഞ്ചൽ നമ്പറുകളാണ്. എല്ലാ നമ്പറും പ്രീഷ്യസ് നമ്പറാണ്. ആകെ ഒറ്റ സിമ്പിൾ ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ നമ്പറും ഇല്ല. ആ നമ്പർ ഇത്രയാണ്. 0 to 9 വരെയുള്ള എല്ലാ നമ്പറും സ്പിരിച്വൽ എന്താ പറയാ ഗുഡ് നമ്പറാണ്. എങ്ങനെ കളിച്ചാലും നടക്കുമെന്ന് അറിയാം. അതല്ല, ഞാൻ താങ്ക് യു. ഞാൻ ഈ അതിന് സിസ്റ്റം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താമല്ലോ. വേണ്ടവർ ഇപ്പൊ അയച്ചോളൂ കോഴ്സിന്റെ ഫീസ്. ആരും മടി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 369 ഒക്കെ നമ്മൾ വ്യക്തമായി പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡിനെ ട്യൂൺ ചെയ്യുന്ന നമ്പറാണ് 369. മൈൻഡിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.